നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നടൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നത്. ഇപ്പോഴത്തെ അതിന് പിന്നാലെ കിച്ചു സുധിയുടെ വീഡിയോയ്ക്ക് പിന്നാലെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രേണു സുധി തൻ്റെ മറുപടി പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും താനത് ചെയ്യില്ലായിരുന്നുവെന്ന് പറയുകയായിരുന്നു രേണു. കിച്ചുവുമായുള്ള ചാറ്റും പുറത്തുവിട്ടു. ഭാവിയെ വരെ ബാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ടെന്നും അതൊന്നും തന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്നും രേണു പറയുകയാണ്. ഋതപ്പിനേക്കാൾ കൂടുതൽ കിച്ചുവിനെ സ്നേഹിച്ചുവെന്നും പണ്ടത്തെ കിച്ചു എന്ന രാഹുൽദാസിനെക്കുറിച്ച് ചില പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ അറിയാമെന്നും പറയുകയാണ് രേണു. കുറ്റപ്പെടുത്തിയവർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് തന്നെ കിച്ചു എന്ന രാഹുൽ ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ കാരണമാണ് അമ്മയെ വെറുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ മരിച്ച ശേഷം എന്ത് തുടങ്ങിയാലും ഞാൻ അത് കിച്ചുവിനെ അറിയിക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ തെളിവുമുണ്ട്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ ഇനി മേലാൽ ചെയ്യരുത് എന്നല്ല അവൻ പറഞ്ഞത്. അവനത് പറഞ്ഞിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ അത് തുടങ്ങില്ലായിരുന്നു. പക്ഷെ മോൻ എന്താ പറഞ്ഞതെന്നറിയോ? ഗുഡ് എന്നാണ്. ചുണ്ടിൻ്റെ വീഡിയോ വന്നപ്പോഴാണ് കിച്ചു എന്നോട് സംസാരിക്കുന്നത്. അത്രയും നാൾ അവൻ ഒന്നും പറഞ്ഞിട്ടില്ല. എത്രയോ പേരത് ചെയ്യുന്നു. അവർക്കില്ലാത്ത പ്രശ്നമാണോ എനിക്ക്? പൈസ കിട്ടുന്നില്ലേ? അന്ന് 2.5 ലക്ഷം രൂപയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതും കിച്ചു പുറത്തുവിടേണ്ട കാര്യമുണ്ടായിരുന്നു. കിച്ചുവിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതെ എൻ്റെ മെക്കെട്ട് കയറാൻ വരരുത് ദയവ് ചെയ്ത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു ഈ അമ്മേനെ വെറുതെ വിടൂ. നീ എന്നെ നോക്കണ്ട, എനിക്ക് ഗുണവും ചെയ്യണ്ട, അമ്മ എന്ന് വിളിക്കുകയും വേണ്ട. എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ? ഇനിയെങ്കിലും ഞാൻ മരിച്ചാൽ പോലും എനിക്കൊന്നും ചെയ്യണ്ട. ഞാൻ പ്രസവിച്ച എൻ്റെ ഋതപ്പനേക്കാളും ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാൻ ഉറക്കമൊഴിച്ച് ചെയ്ത ജോലിയിൽ നിന്നും കിട്ടിയ പൈസ നിനക്ക് തന്നു. നിന്റെ പെട്ട് തള്ള ഇട്ടിട്ട് പോയത് മുതലുള്ള കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്തെ വീട്ടിൽ ചെറുപ്പത്തിൽ നീ അനുഭവിച്ച കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടൂ. ക്യാൻസർ രോഗിയുമായിട്ട് ഞാൻ മല്ലിടുകയാണ്. ഋതപ്പന് വേണ്ടിയിട്ട് ഇനിയും ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുക്കിച്ചു. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഭാവിയെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. എൻ്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഞാൻ സബ്സ്ക്രിപ്ഷനല്ലേ തുടങ്ങിയിട്ടുള്ളൂ. 1 വർഷമല്ലേ ആയിട്ടുള്ളൂ സ്വന്തം കാലിൽ നിൽക്കാൻ നീ തുടങ്ങിയിട്ട്. അതിനു മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചില പോലീസ് സ്റ്റേഷനുകളിൽ രാഹുൽദാസിനെ കുറിച്ച് തിരക്കി നോക്ക്. എന്നെ ഇനി അമ്മ എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഉപദ്രവിക്കരുത്. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല. നിന്റെ കാല് പിടിച്ച് പറയുക, എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് ഇതിൽ നിന്നും എഴുന്നേറ്റ് വന്നേ പറ്റൂ. ഞാൻ നിനക്ക് പൈസ തന്നിട്ടേ ഉള്ളൂ, കണക്ക് പറയുന്നതല്ല. മോൻ്റെ പല ചാറ്റുകളും സംസാരങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. സുധിച്ചേട്ടൻ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ നിനക്ക് ആരുമില്ലായിരുന്നു. ആപത്ത് ഘട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഓരോ ആവശ്യത്തിനും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയത് ഞാനായിരുന്നു. രാഹുൽദാസിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇത്. ഇനി എന്നെക്കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കരുത് കിച്ചു. എനിക്കിനി വയ്യ. കിച്ചു വന്ന് കാണണ്ട. ആരുടെയും വിഷമം തീർക്കാൻ വന്ന് കാണണ്ട. ഇന്ന് വരെ കാണുകയോ വിളിക്കുകയോ മിണ്ടുകയോ ചെയ്തില്ലല്ലോ. ഇനിയും വേണ്ട. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താൽ പോലും എൻ്റെ ശവം വന്ന് നീ കാണരുത്. റീത്ത് പോലും ആരും വയ്ക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക് എന്നായിരുന്നു രേണു സുധി പറഞ്ഞതും. വളരെ വിഷമത്തോടു കൂടിയായിരുന്നു രേണു സുധിയുടെ ആ വാക്കുകൾ. 11ാം വയസ്സിൽ നിൻ്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. 11ാം വയസ്സിൽ നിൻ്റെ അച്ഛൻ എന്നെ അമ്മ എന്ന് വിളിച്ച് എൻ്റെ അരികിലേക്ക് കൊണ്ട് വന്നതാണ്. അന്നു മുതൽ ഞാൻ നിന്നെ ഒരു മകനെ പോലെ കണ്ടിട്ടുള്ളൂ. ഈ അവസ്ഥയിൽ പോലും നീ എന്നെ വളരെയധികം വേദനിച്ചു. എൻ്റെ ഇപ്പോഴത്തെ രോഗത്തിൻ്റെ അവസ്ഥ എത്രത്തോളമാണ് എന്ന് നിനക്ക് പോലും അറിയില്ല. എന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റേജ് എത്ര ശതമാനത്തോളം ഉണ്ട് എന്ന് എൻ്റെ വീട്ടുകാരോട് മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും നിങ്ങൾക്കറിയില്ല. എന്നെ മാനസികമായി വിഷമിപ്പിക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ഏറെ സ്നേഹിച്ച നീ തന്നെയാണ് ഇപ്പോൾ എന്നെ ഏറെ വിഷമിപ്പിച്ചതും. അത് തന്നെയാണ് രേണു സുധി പറഞ്ഞു നിർത്തുന്നതും. ഇനിയെങ്കിലും ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാതെ വെറുതെ വിടൂ. ഈ ക്യാൻസർ എന്ന രോഗത്തോട് മല്ലിടുകയാണ് ഞാൻ എന്നുമായിരുന്നു രേണു സുധി പറഞ്ഞതും.